ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ മക്കളെ, എല്ലാവരും നമ്മളെ പുതിയ ചാപ്റ്റർ ഇങ്ങനെ നോക്കി ഇരിക്കുന്നുണ്ടായിരിക്കും അല്ലെ. നമ്മളെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മളുടെ മെഷറിംഗ് ലെങ്ത് എന്നുള്ള ചാപ്റ്റർ. അപ്പൊ ഈ ഒരു മെഷറിംഗ് ലെങ്ത് ഉള്ള ചാപ്റ്ററിന്റെ അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിലൊരു ചെറിയ കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ട് എന്റെ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. ഇപ്പൊ നിങ്ങളെ കയ്യിൽ മെഷറിംഗ് ലെങ്ത് എന്നുള്ള പേര് കേൾക്കുമ്പോൾ എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, അളന്ന് നോക്കി കണ്ടുപിടിക്കാനുള്ള എന്തോ ഒരു കാര്യമായിരിക്കും കാണാനുണ്ടായിരിക്കുക ഇല്ലേ. അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ മൊത്തത്തിൽ നിങ്ങളോട് പറയുന്നത്. സോ അളന്ന് നോക്കി കണ്ടുപിടിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ചെറിയ കാര്യമാണ് സ്കെയില് അല്ലെ. ആ സ്കെയിലില് കുറച്ച് മെഷർമെന്റ്സ്, അളവുകളുണ്ട്. ആ അളവുകളെ കുറിച്ചും നിങ്ങൾക്കറിയാം. 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ എന്നുള്ള രീതിയിൽ 15 സെന്റിമീറ്റർ അളവ് വരുന്ന ഒരു സ്കെയിൽ എന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ട്. അപ്പൊ നിങ്ങളെ കയ്യിലും ഉണ്ടായിരിക്കും അല്ലെ. സോ ഈ സ്കെയിൽ വെച്ച് എന്റെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ അളന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷെ അളന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതില് സെന്റിമീറ്റർ അല്ലാതെ ഇല്ലേ, നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചു നോക്കിയാലേ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സെന്റിമീറ്റർ അല്ലാതെ ഇതില് കുഞ്ഞി ലൈൻസുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നോക്കടാ, ഇത് ഈ കുഞ്ഞി ലൈൻസുകൾ എന്റെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ആ കുഞ്ഞി ലൈൻസിനെ നമ്മൾ സെന്റിമീറ്റർ എന്നാണോ പറയാ? അല്ല, അതിന് നമ്മൾ പറയുന്നതാണ് മില്ലിമീറ്റർ. എന്താ പറയാ? മില്ലിമീറ്റർ എന്നാണ് ആ കുഞ്ഞു ലൈൻസിന് പറയാ. സോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 1 സെന്റിമീറ്ററിന്റെ ഇടയിൽ കുറച്ച് ലൈൻസുകൾ ഉണ്ട്. അതാണ് മില്ലിമീറ്റർ. അപ്പൊ ഒന്ന് എണ്ണി നോക്കിക്കേ നിങ്ങൾ എല്ലാവരും, എത്ര മില്ലിമീറ്റർ ചേരുമ്പോഴാണ് 1 സെന്റിമീറ്റർ ആവുന്നതെന്ന് ഒന്ന് എണ്ണി നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. യെസ്, നമ്മൾ എണ്ണി നോക്കുമ്പോൾ നമുക്കറിയാം 10 മില്ലിമീറ്റർ ചേർന്ന് കഴിഞ്ഞാൽ എന്താവും? 1 സെന്റിമീറ്റർ ആവും. അങ്ങനെ ഓരോ സെന്റിമീറ്ററിന്റെ ഉള്ളിലും 10 മില്ലിമീറ്റർ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ കുഞ്ഞു അളവാണ്. കണ്ടോ, ചെറിയ വരകളാണ്, ചെറിയ ഡിസ്റ്റൻസുകളാണ്. അതിനേക്കാൾ വലുതാണ് സെന്റിമീറ്റർ. സോ നമ്മൾ ഈ ഒരു സ്കെയിലിന്റെ അളവ് വെച്ചിട്ട് നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് 10 മില്ലിമീറ്റർ ചേർന്നാൽ 1 സെന്റിമീറ്റർ ആവും. ഈ മില്ലിമീറ്ററിനെ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എങ്ങനെ എഴുതാന്നറിയോ? എം എന്ന് എഴുതും. സോ 10 മില്ലിമീറ്റർ ചേർന്നാല് 1 സെന്റിമീറ്റർ ആകും. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും നല്ലോണം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കേണ്ട കാര്യമാണ് കേട്ടോ. സോ ഡിസ്റ്റൻസിന്റെ കേസിൽ ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയ പട്ടിക കാണാം, ഒരു ചെറിയ ടേബിൾ കാണാം. അത് നമുക്ക് വേഗത്തിലൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം അല്ലെ. എന്താണ് ഇതിൽ പറയുന്നത്? യെസ്, ഇതിൽ കൊടുത്ത കാര്യം 10 മില്ലിമീറ്റർ. കണ്ടോ, 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ആണ്. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിയാൽ മതി. അപ്പൊ 20 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലോ? 20 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആയിരിക്കും ഇവിടെ? 2 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. സ്കെയിലിൽ തന്നെ എന്റെ കുട്ടികൾക്ക് എണ്ണി നോക്കിയാൽ മനസ്സിലാവും. അതേപോലെ നോക്കിക്കേ, 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആയിരിക്കും? 40 മില്ലിമീറ്റർ ആയിരിക്കും അല്ലെ, 40 മില്ലിമീറ്റർ. അതുപോലെ അടുത്ത നോക്കാം, 70 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാല് 7 സെന്റിമീറ്റർ ആയിരിക്കും. അടുത്തത് 9 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആയിരിക്കും? 90 മില്ലിമീറ്റർ ആയിരിക്കും. സോ 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാല് നമുക്കറിയാം 100 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാല് 10 സെന്റിമീറ്റർ ആയിരിക്കും. ഈ ഒരു ടേബിള് നിങ്ങൾ ഈ ഒരു ആകെ നിങ്ങൾ എന്ത് പഠിച്ചാൽ മാത്രം 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ആണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു ടേബിളാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ടേബിൾ. സോ ഇതുപോലെ ഒത്തിരി ടേബിൾസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്ത് ചെയ്യാനുണ്ട്. സോ അതൊക്കെ പറയുന്നതിന് മുൻപേ, ഈ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുൻപേ നമുക്ക് സെന്റിമീറ്ററിന് മില്ലിമീറ്റർ ആക്കാനും മില്ലിമീറ്ററിനെ തിരിച്ച് സെന്റിമീറ്ററിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാനൊക്കെ പഠിക്കണം. അപ്പൊ അതിനൊക്കെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ബേസിക് ആയിട്ട് ഈ ഒരു ചാപ്റ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രാണ ബാച്ചിൽ അതെ ഈ ഒരു ചാപ്റ്റർ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ പ്രാണ ബാച്ചിൽ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ആരൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, അവര് എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇക്കാര്യം അറിയിക്കുക. സോ എന്റെ മക്കൾ ആരെങ്കിലും നമ്മളെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് LSSന് വേണ്ടിയിട്ടുള്ള ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ പഠിച്ചെടുക്കേണ്ടതുണ്ട് അല്ലെ. സോ നിങ്ങൾ LSS ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ നമ്മളുടെ ക്രിസ്മസ് എക്സാമിനും ആനുവൽ എക്സാമിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രാണ ബാച്ച് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. സോ ഞങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അവിടെയും ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കുക. അടിപൊളിയായിട്ട് മക്കൾ എന്ത് ചെയ്യുക, നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. സോ ഈ ഒരു ചാപ്റ്ററിൽ ഒളിഞ്ഞിരിക്കുന്ന ബാക്കി ഒരുപാട് കണ്ടന്റുകളുമായിട്ട് ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.